മാഡ്രിഡ് നഗരത്തിന്റെ ഹൃദയത്തിൽ ഇന്നൊരു മഹായുദ്ധം അരങ്ങേറുകയാണ്. യൂറോപ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ രണ്ട് ഭീമന്മാർ വീണ്ടും നേർക്കുനേർ. പകുതി വഴിയിലെ ആഗ്രഹങ്ങളുമായി മാഞ്ചസ്റ്റർ സിറ്റിയും സ്വന്തം കൊട്ടാരത്തിൽ അവിശ്വസനീയ തിരിച്ചുവരവിന് തയ്യാറാകുന്ന റയൽ മാഡ്രിഡും. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്കുള്ള ഒരു ടിക്കറ്റ് മാത്രം അവശേഷിക്കുമ്പോൾ ആരായിരിക്കും ഇന്ന് ജയിക്കേണ്ടത്? എത്തിഹാദ് സ്റ്റേഡിയത്തിലെ ആദ്യ പാദത്തിൽ റയൽ മാഡ്രിഡ് 3-2 എന്ന സ്കോറിൽ വിജയം നേടി. അവസാന നിമിഷ ഗോൾ വഴിയാണ് റയൽ മാഡ്രിഡ് സിറ്റിയെ അവരുടെ തന്നെ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചത്. എന്നാൽ രണ്ടാം റൗണ്ട് മത്സരം നടക്കുന്നത് സാക്ഷാൽ ചാമ്പ്യൻസ് ലീഗ് രാജാക്കന്മാരുടെ സ്വന്തം കോട്ടയായ സാന്റിയാഗോ ബെർണാബുവിലാണ്. ഇവിടെ റയലിന് തോൽപ്പിക്കാനാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ടീം തന്നെയാണ് സിറ്റി. നിലവിൽ നാളെ നടക്കുന്ന ഈ മത്സരം രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, രണ്ട് അതികായ കോച്ചുമാരുടെ തന്ത്രങ്ങളുടെ അന്തിമ പരീക്ഷണവുമാണ്. ചാമ്പ്യൻസ് ലീഗ് കീഴടക്കി അനുഭവ സമ്പത്ത് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കാർലോ ആഞ്ചലോട്ടിയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആധിപത്യം സ്ഥാപിച്ച് തന്ത്രജ്ഞൻ പെപ് ഗാർഡിയോളയും നേർക്കുനേർ. അതുകൊണ്ട് തന്നെ കളത്തിനകത്തും പുറത്തും ഇവരുടെ തന്ത്രങ്ങൾ നാളത്തെ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂകാസിലിനെ വലിയ മാർജിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെയാണ് സിറ്റി മാഡ്രിഡിലേക്ക് എത്തുന്നത്. റയൽ മാഡ്രിഡിന്റെ അവസാന ലാ ലീഗ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. എന്തു വന്നാലും നാളത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് തങ്ങളുടെ ക്ലബിന്റെ ചരിത്രവും ലെഗസിയും ഒരിക്കൽ കൂടി തെളിയിക്കുമെന്ന് ആരാധകരുടെ പ്രതീക്ഷയാണ്. അതേസമയം സിറ്റി ആരാധകരുടെ പ്രതീക്ഷ അവരുടെ അതിവേഗ അറ്റാക്കിംഗ് ശൈലിയിലാണ്. വിനീഷ്യസ് ജൂനിയറിന്റെ സ്പീഡോ, ഹാലൻഡിന്റെ ബുദ്ധിയോ, ഡീബ്രൂയിൻ്റെ മാജിക്കോ, എംബാപ്പയുടെ സാമർഥ്യമോ ആരാകും ഇന്ന് തിളങ്ങുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇവരുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ ജയപരാജയങ്ങൾ. കാത്തിരിക്കാം. മാഡ്രിഡോ സിറ്റിയോ